ഇത് സ്ത്രീ ശക്തിയുടെ മഹത്തായ വിജയമാണ്. ഒരു കാര്യം 33 രൂപയാണെങ്കിലും ഇത് കൂട്ടിക്കൊടുക്കേണ്ടതാണ് എന്ന് തത്വത്തിൽ സമ്മതിച്ചല്ലോ. പൊരുതി നേടിയ വിജയം. ആശാ വർക്കർമാർ 266 ദിവസങ്ങളോളം നീണ്ട പോരാട്ടത്തിനൊടുവിൽ അവരുടെ നീതി ഉറപ്പാക്കിയിരിക്കുകയാണ്. നിരവധി സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ അണികളെല്ലാം അതുപോലെ തന്നെ ഓരോ മന്ത്രിമാരും വളരെ രീതിയിൽ പുച്ഛിച്ചു തള്ളിയ ആശാ വർക്കർമാർ ഇന്ന് അവർ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. ആ ഒരു വിജയത്തിന്റെ തിളക്കത്തിലാണ് ഇപ്പോഴുള്ള ഓരോരുത്തരും ഉള്ളത്. സ്ത്രീകൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന ചോദ്യത്തിന് ഇന്നൊരു അടിവരയിട്ടുകൊണ്ട് അവിടെ വിജയം ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും അവരുടെ ആ ഒരു ഇത്രയും നാളത്തെ ഏതൊരു വെയിലത്തും മഴയത്തും കടന്ന് പൊരുതി നേടിയ ഒരു വിജയത്തിലൂടെയാണ് അവർ പോകുന്നത്. എന്തായാലും ഇവിടെ വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, അതുപോലെ വി രാജേഷ് തുടങ്ങി നിരവധി പേർ, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങി നിരവധി പേർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ആ ഒരു പരിപാടിയിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ്. എന്തൊക്കെയാണ് അവർ പറഞ്ഞത് നമുക്ക് കേൾക്കാം. കേരളത്തിലെ സമര ചരിത്രത്തിൽ ആർക്കും മായ്ച്ചു കളയാൻ കഴിയാത്ത ഒരു അടയാളപ്പെടുത്തൽ നടത്തിയിട്ടാണ് എന്റെ സഹോദരിമാർ ഈ സെക്രട്ടേറിയറ്റിൽ മുന്നിലെ സമരം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ ചിലർ പ്രചരിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം കിട്ടിയ 33 രൂപ നക്കാപ്പിച്ച മേടിച്ചിട്ടാണ് പോകുന്നതെന്നാണ്. പക്ഷെ ഈ സമരത്തിന്റെ രൂക്ഷതയും അതിന്റെ ഗൗരവവും അതിന്റെ ആഴവും ഏറ്റവും നന്നായി അറിയാവുന്ന ഒരാളാണ് ഞാൻ. 4ാമത്തെ ദിവസം മുതൽ ഈ സമരപ്പന്തലിൽ ഇവിടെ ഉണ്ട്. എനിക്കറിയാം, ഞാൻ ഇതുവരെ കാണാത്ത ഒരു സമരമാണ് ഇവിടെ. ഇതൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. ഈ സമരം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പടരും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും. ഇവിടെ നടന്ന സമരത്തേക്കാൾ രൂക്ഷമായിരിക്കും ഇനി ജില്ലാ തലങ്ങളിലും പഞ്ചായത്തുകളിലും എല്ലാം നടക്കുന്ന സമരം. ഇത്രമാത്രം ജനപിന്തുണ കിട്ടിയ ഒരു സമരം ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇത് സ്ത്രീ ശക്തിയുടെ മഹത്തായ വിജയമാണ്. ഒരു കാര്യം 33 രൂപയാണെങ്കിലും ഇത് കൂട്ടിക്കൊടുക്കേണ്ടതാണ് എന്ന് തത്വത്തിൽ സമ്മതിച്ചല്ലോ. എന്തൊരു പരിഹാസമായിരുന്നു. ഒരർഹതയില്ല. കഴിഞ്ഞ ദിവസം കുറെ കള്ളക്കണക്കൊക്കെ പറഞ്ഞു കിട്ടുന്ന പൈസ 233 രൂപയാണ് കിട്ടുന്നത് അല്ലേ? അതിനേക്കാൾ അപ്പുറത്തൊന്നും കിട്ടുന്നില്ല. എന്നിട്ടിപ്പോ 33 രൂപയെങ്കിലും കൂട്ടിയല്ലോ. നമ്മൾ നിർത്തുന്നില്ല. 1000 രൂപ ഇവരാരും വീട്ടിൽ നിന്ന് തരുന്നതല്ലോ, അർഹതപ്പെട്ടതാ. നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു തലത്തിലേക്ക് മിനിമം വേജസിന്റെ നിലവാരത്തിലേക്ക് നമുക്കതിനെ കൊണ്ടുപോകാം. അതിനു വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടമാണ് ഇത്. ആ പോരാട്ടം വിജയിക്കുക തന്നെ ചെയ്യും. അന്തിമമാണ്. ഞാൻ 2 പ്രാവശ്യം വെച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, UDF സർക്കാർ 26-ൽ അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ അത് കഴിഞ്ഞ വേറെ ഏത് കാര്യങ്ങൾ നോക്കുള്ളൂ UDF വാക്ക പറഞ്ഞു. 3ാമത്തെ പ്രാവശ്യമാണ് അറിയാം ഞാൻ ഈ വേദിയിൽ വെച്ച് പറയുന്നത്. വാക്ക അത് അല്ലാതെ ഇവര് ചെയ്യാനൊന്നും പോകുന്നില്ല. ഇതിപ്പോ എല്ലാവർക്കും ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ഇലക്ഷന്റെ ദിവസം ചെയ്യുന്നൊരു പണിയുണ്ടല്ലോ. 1600 രൂപ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ 2500 ആക്കും
എന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രഖ്യാപിച്ചിട്ട് 4 കൊല്ലം 1 രൂപ കൂട്ടാതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്നതിന്റെ തലയാഴ്ചയിൽ 400 കൂട്ടിയിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്ന ആളുകളാണ് നമ്മളോട്. അവരുടെ ഈ കാപട്യത്തിനെതിരായ, അവരുടെ ഈ അധികാരത്തിന്റെ ധാർഷ്ട്യത്തിനെതിരായ ഈ സഹോദരിമാർ ചെയ്ത സമരത്തെ കണ്ടില്ല എന്നത്, അവരെ പരിഹസിച്ച് അധികാരത്തിന്റെ ദന്തഗോപുരങ്ങളിൽ ഇരുന്ന് നിങ്ങളെ കളിയാക്കിയവർക്കുള്ള തക്കതായ തിരിച്ചടിയാണ് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്. ഒറ്റ വാചകം പറഞ്ഞാൽ വാക്ക് പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ്. കൂടെ ഉണ്ടാകും, ഞങ്ങളെല്ലാം കൂടെ ഉണ്ടാകും, ഒരു സംശയവും വേണ്ട. ഇവിടെ ഇത്രയും ഉജ്ജ്വലമായ സമരം നടത്തിയ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അതിന്റെ നേതാക്കളെ, ഇവരെല്ലാവരെയും, നമ്മുടെ കുടുംബം ഇവരെല്ലാവരും, അതുപോലെ അവരെല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. എവിടെ നിങ്ങൾ സമരം ചെയ്താലും അവിടെയെല്ലാം ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ആ വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. ബാക്കിൽ നിന്ന് എല്ലാവർക്കും കൊടുക്കുക. പരിഹാരം ഉണ്ടാവും കേട്ടോ. മുട്ടിട്ട് മയില് ത്യാഗപൂർണമായിട്ടാണ് ഞങ്ങൾ ഈ സമരം നടത്തിയത്. അതുകൊണ്ട് ഈ സമരത്തെ ആർക്കും ചെറുതായി കാണിക്കാൻ പറ്റില്ല. ഒരു പത്രത്തിനും ഒരു സംഘടനയ്ക്കും ഞങ്ങളുടെ ഈ സമരത്തെ ചെറുതാക്കി കാണിക്കാൻ പറ്റാത്തവണ്ണം അത്രയേറെ അത് മാനസികമായ ഒരു കരുത്ത് തന്നെയാണ്. സൈബർ അറ്റാക്ക് കാര്യമായി നടക്കുന്നുണ്ട്, എല്ലാവർക്കും അറിയാം. ഒരു ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ 2 ദിവസമായി സൈബർ മേഖലയിൽ പണം കൊടുത്ത് കൂലി അടിമകളിൽ നിന്നുകൊണ്ട് ഒരേ കാര്യം അസത്യം പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അതിനെ അവജ്ഞയോടെ പുച്ഛിച്ചു തള്ളുകയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ കടക്കുന്നു. കടന്നു വരുന്ന ഒരു പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ശ്രീ വി ഡി സതീശൻ സാറിനെ, നമ്മുടെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിനെ ഏവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ രാഹുൽ മാങ്കൂട്ടം MLA ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം വന്നപ്പോൾ തന്നെ നമ്മുടെ അച്ഛന്മാർക്ക് എല്ലാം വലിയ ആവേശമായിരുന്നു. നമ്മളെപ്പോഴും ഏത് പാതിരാത്രിയിലും നമ്മളോടൊപ്പം വരുന്ന ശ്രീമതി KK രമ MLA വളരെ സന്തോഷപൂർവ്വം എത്തിച്ചേർന്നിട്ടുണ്ട്. രമ മാഡത്തെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ K മുരളീധരൻ മുൻ MLA കൂടിയായ അദ്ദേഹം നമ്മുടെ നിരവധി പ്രതിഷേധ സദസ്സുകൾക്ക് വേണ്ടത്ര ഊർജ്ജം പകർന്നുകൊണ്ട് കേരളത്തിലെമ്പാടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ ശ്രീ K മുരളീധരൻ ex-MLA സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ശ്രീ ജോസഫ് പുതുശ്ശേരി സാറ് പത്തനംതിട്ട ജില്ലയുടെ മുഴുവൻ പ്രതിഷേധ സദസ്സുകളും ഏറ്റെടുത്തുകൊണ്ട് പത്തനംതിട്ട ജില്ല മുഴുവൻ ഓടി നടന്ന് സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിലെമ്പാടും എവിടെയൊക്കെ പോയി ഈ